ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നതാശക്കുട്ടിയുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കോട്ടയം പൊളോണിക്ക് വന്നിട്ട് ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു 200 റുപ്പീസ് ആവത്തുള്ളൂ ഇവിടെ ഹെയർ കട്ട് ചെയ്യുന്നതിന്, ബേബിയുടെ ഹെയർ കട്ട് ചെയ്യുന്നതിന്. അപ്പം കുഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം അവൾ അടങ്ങിയിരിക്കുമോ എന്നൊക്കെ, ഫുള്ള് ഹെയർ കട്ട് ചെയ്യാനായിട്ട്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലിപ്പല്ലേ എന്തി അമ്മ എടുത്തോ? കുഞ്ഞെന്തോ ചെയ്യാൻ വന്ന? ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ വന്നാണ് എൻ്റെ പൊന്നെ. എന്തിനാ കുഞ്ഞിവിടെ വന്നേ? അല്ല, ഇവിടെ എന്തിനാ വന്നത്? സലൂണിൽ എന്തിനാ വന്നേ? ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നാണ്. ഹെയർ സ്റ്റൈലോ എന്ന് അവൾ പറയുന്നേ, ഹെയർ സ്റ്റൈലിങ് ചെയ്യാൻ വന്നെന്നാ ഉദ്ദേശിക്കുന്നത്. I'm superhero. You're a superhero. I'm superhero. Baby, അമ്മ ഒന്നിച്ചിട്ടോ? അങ്ങോട്ട് ഒന്നിച്ചു. I'm superhero. സൂപ്പർ ഹീറോ. ഇതിങ്ങനെ ഇട്ടേക്ക് ഇങ്ങനെയാണോ? ഇങ്ങനത്തെ ഉള്ള ബാറ്റ്മാൻ ഇങ്ങനെ ഉണ്ടല്ലേ? എന്താവോന്ന് അറിയത്തില്ല. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം പറയുന്നുണ്ട്, ആ വലിയ ഗൗണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പറയുക ബാറ്റ്മാൻ ആണെന്നോ സൂപ്പർ ഹീറോ ആണെന്നോ എന്നൊക്കെ പറയുക. എന്നായാലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഇപ്പം മുടിയെല്ലാം പോയി കഴിയുമ്പം എന്തോ അവിടെ റിയാക്ഷൻ എന്ന് ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുമോ, വെയിറ്റ് ചെയ്യുമോ, എന്തുവാന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രാവശ്യം കുഞ്ഞിൻ്റെ മുടി ആദ്യമായിട്ട് വെട്ടിയത് 1 വയസ്സ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ട് വെട്ടിച്ചായിരുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു, കുഞ്ഞിനെ അറിയത്തില്ലല്ലോ. പിന്നെ ഒരു 2-3 വട്ടം വെട്ടിച്ചിട്ടുണ്ട്. അപ്പോഴത്തെ വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞ് കരയുമായിരുന്നു ഇടയ്ക്കൊക്കെ, പക്ഷേ ഈ തവണ ഇത്ര നേരമായിട്ടും കരഞ്ഞില്ല. അവിടെ വെച്ചാണെങ്കിലും അവരിങ്ങനെ, നമ്മൾ കിഡ്സിൻ്റെ സലൂണിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ കാർട്ടൂൺ ഇട്ട് കൊടുക്കുമായിരുന്നു, എന്നിട്ടും പറ്റത്തില്ല. അപ്പോൾ ലോലിപോപ്പൊക്കെ കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഒരാളുടെ മടിയിലിരുന്നൊക്കെയാണ് വെട്ടിയത്. ഇപ്പോൾ 2 വയസ്സൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അടങ്ങിയൊക്കെ ഇരുന്ന് തരുന്നുണ്ട്. ഹെയർ സ്പ്രേ ചെയ്ത ടൈമിൽ ഭയങ്കര ചിരിയായിരുന്നു, കുടുകുടുകൂടാതിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടേ, എന്തോ അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യം അവൾ എൻജോയ് ചെയ്യും. കുഞ്ഞുമാരൊക്കെ എങ്ങനെയല്ലേ, അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര സന്തോഷം കണ്ടെത്തും. ചെറിയ കാര്യങ്ങൾ മതി, അവർ പെട്ടെന്ന് അതിനെല്ലാം ചിരിക്കും. അവർക്കതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ആയണം കണ്ണിലോട്ട് വീഴുന്നു, അപ്പോൾ അതിൻ്റെ ചിരി. പിന്നെ അതിൻ്റെ ഒരു സൗണ്ടും കേൾക്കാമല്ലോ, കിസ് കിസ്, ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടാന്ന് തോന്നുന്നു അവൾ ഭയങ്കര ചിരിക്കുമായിരുന്നു. കുഞ്ഞാവയ്ക്ക് എന്നാണേലും അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. അവളിരുന്ന് ചിരിക്കുന്നത് ഇപ്പം കേൾക്കാമേ, അത് കേട്ട് നോക്കേ. ആക്ച്വലി പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ അവളുടെ ഫേസിന് ചേരുന്ന ഒരു ഹെയർ കട്ട് ചെയ്യാം എന്നാണ് ഡിസൈഡ് ചെയ്തത്. എനിവേ എനിക്ക് ഹെയർ കുഞ്ഞിനുള്ളതാണ് ഇഷ്ടം, അതുപോലെ ഹസ്ബൻഡിനും കുഞ്ഞിന് ഹെയർ ഉള്ളതാണ് ഇഷ്ടം. പക്ഷേ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞ് തോർത്താനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും കുഞ്ഞിനത് വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ട് കപക്കെട്ടും ഒക്കെ വന്നാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ ഓർത്തു ഓക്കെ ഹെയർ കട്ട് ചെയ്തേക്കാം, ഇച്ചിരി കൂടെ കഴിഞ്ഞ് വളർത്താമെന്ന്. പക്ഷേ അവളുടെ ഒരു നാച്ചുറൽ ഒരു വേവി ഹെയർ ആണ്, അത് നല്ല ഭംഗി അവൾക്ക്. പിന്നെ നോക്കാം. അതുപോലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായി പോയി. കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, വെയർ ഈസ് മൈ ഹെയർ, എൻ്റെ മുടി അമ്മ, ഹെയർ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സാരമില്ല, പിന്നെ എന്തായാലും വളർന്നു വന്നോളൂ. ഒരു 2-3 മാസം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഹെയർ ബാക്ക് ടു ആ ഒരു വേവി ഹെയർ ആകാറുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇതുപോലെ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞു. ഏകദേശം കുറേ മുടിയെല്ലാം പോയപ്പം പുള്ളിക്കാരിയുടെ ഫേസ് ഒന്ന് ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അവൾക്ക് മനസ്സിലായി കാണുമോ, അയ്യോ എൻ്റെ ഹെയർ എല്ലാം പോയല്ലോ. എപ്പോഴും ഇങ്ങനെ മിററിലൊക്കെ ചെന്ന് നോക്കി, ഹെയറിലൊക്കെ ഇങ്ങനെ തൊട്ട് പിടിച്ച് നോക്കി, ഐ വാണ്ട് ലോങ് ഹെയർ, എനിക്ക് വലിയ നീളമുള്ള ഹെയർ വേണം എന്നൊക്കെ പറയാറുണ്ട് അവൾ. അപ്പം ചിലപ്പം അതുകൊണ്ടായിരിക്കും അവളുടെ മുഖം ഇച്ചിരി ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിഷമ ഭാവമൊക്കെ വന്നു. പക്ഷെ സാരമില്ല, അതെന്തായാലും 2 മാസം കൊണ്ടങ്ങ് വളർന്നോളും. പിന്നെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, കുഞ്ഞാവേ
ഹെയർ ഏതാണ് ഇഷ്ടം. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഷോർട്ട് ഹെയറാണ് ഇഷ്ടം, ഇതാ നല്ലേ. ലോങ് ഹെയറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു ഈ ഹെയർ ആണോ അതോ ഇപ്പോഴത്തെ ഹെയർ ആണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അവൾ പറഞ്ഞു എനിക്ക് ചെറിയ മുടി, അത് ഷോർട്ട് ഹെയറാണ് ഇഷ്ടമെന്നൊക്കെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അത് വലിയ കാര്യമാക്കി എടുക്കണ്ട. എന്നാലും ഷോർട്ട്സും റീൽസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആ ഒരു കേളി ഹെയർ ആയിരുന്നു നല്ലത്. എപ്പോഴും കുറേ ആൾക്കാർ പറയാറുണ്ട് അവളുടെ സെയിം ഹെയർ, അവിടെ ബേബി ഹെയർ നല്ല ഭംഗിയാണ് കാണാനെന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ഇടാറുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്നാന്നും കൂടെ പറയണം. നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ മുടി വെട്ടിച്ചതാണോ ഇഷ്ടം അതോ കുഞ്ഞിൻ്റെ മുടി വെട്ടിക്കാഞ്ഞപ്പോഴത്തെ മറ്റേ ആ ചുരുളൻ മുടിയായിരുന്നോ ഇഷ്ടം എന്ന് പറയണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുടി ശരിക്കും ചുരുണ്ട് വരുന്നുണ്ട്, ഞങ്ങൾ അവളെ ചുരുളമ്മ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അതൊക്കെ വിളിക്കുന്നത് ഇഷ്ടമേ അല്ല, ചുമ്മാ ഒരു രസത്തിന് വിളിക്കുന്നത്. സ്പ്രിങ് മുടിയാണല്ലോ ഇത് എന്നൊക്കെ പറയും. അപ്പോൾ അവൾ പറയും എൻ്റെ കേളി ഹെയർ ആയതെന്ന് അവൾ പറയാറുണ്ട്. എനിവേ ഇനി ഫ്രണ്ട് സൈഡും കൂടെ വെട്ടാനുള്ളൂ കുഞ്ഞിൻ്റേത്. ഇനി ജസ്റ്റ് ആ ദേഹത്തെല്ലാം ആയതൊക്കെ ഒന്ന് തട്ടി മാറ്റി കളയുക അവർ. ജസ്റ്റ് ആ ഒരു ഹീറ്റർ ഭയങ്കര ലോ ആയിട്ട് അതിൻ്റെ ആ ഒരു ഇതിലിട്ടിട്ട് അവർ ചെയ്യുന്നത്. ഫുൾ ഹെയർ എല്ലാം ദേഹത്തൊക്കെ ആയില്ല ഉടുപ്പയിലൊക്കെ. അപ്പോൾ അതിൻ്റെ കാറ്റടിക്കുമ്പോഴും അവൾ എന്നൊക്കെ വെക്കുന്നു. അയ്യോ ചിരിയോട് ചിരിയായിരുന്നു. എന്ത് എനിവേ കരഞ്ഞൊന്നുമില്ലല്ലോ കുഞ്ഞാവ, നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നല്ലോ, ഭാഗ്യമുണ്ട്. ഇടയ്ക്കെങ്ങാനും കരഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പകുതി മുടി വെട്ടിയിട്ട് നമ്മൾ സലൂണിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും. പിന്നെ അവളെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, പിന്നെ ഫുൾ ബഹളമായിരിക്കും. സോ താങ്ക് യു. അങ്ങനെ ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ആൾ ഹാപ്പിയാണ്, ഒരു കുഴപ്പവും ഇല്ല. ഹെയർ കട്ട് ചെയ്ത് ചേട്ടന് താങ്ക് യു ഒക്കെ പറഞ്ഞു. പിന്നെ കുഞ്ഞിൻ്റെ സ്ഥിരം കുഞ്ഞിനെ ചെയറിലൊന്നും സ്പിൻ ചെയ്തില്ലെങ്കിൽ സമാധാനമാകത്തില്ല. പുള്ളിക്കാരൻ ഹെയർ അല്ല അതേന്ന് ഹീറ്റർ വെച്ച് വിട്ട് റിമൂവ് ചെയ്തിട്ട് അതിലൊന്ന് ഇരുത്തി സ്പിന്നൊക്കെ ചെയ്യിപ്പിച്ചു. സ്പിന്നിങ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വേണ്ട മോറെന്ന് പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത്രയും നേരം അടങ്ങിയൊക്കെ ഇരുന്നതല്ലേ, കുഞ്ഞ് കേക്ക് കണ്ടപ്പോൾ കുഞ്ഞിനൊരു പീസ് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി ഒരു കുഞ്ഞിനെ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും ഇത്രയും നേരം ഗുഡായിട്ടൊക്കെ കൊച്ചിരുന്നില്ലേ, കോപ്പറേറ്റ് ചെയ്തില്ലേ ഹെയർ എല്ലാം കട്ട് ചെയ്യാൻ. അപ്പോൾ പാവം അതിനൊരു കേക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. അപ്പോൾ എന്തോ ഈ പ്രാവശ്യം ആ കേക്ക് കഴിച്ചു. ചോക്ലേറ്റും എന്തോ ഒരു ഇതോ കോഫീൻ്റെ കൂടെ ഒരു ഫ്ലേവർ വരുന്ന കേക്കാണ്. അപ്പോൾ കുഞ്ഞാവയുടെ ഹെയർ കട്ട് ചെയ്ത സങ്കടമൊക്കെ കേക്ക് കഴിച്ചപ്പോൾ അങ്ങ് മാറി. പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ബൈ. എല്ലാവരും ടേക്ക് കെയർ. Bye.